Dear students, welcome to the class of non-destructive testing. In this class, we will discuss the topic equipment and accessories of eddy current testing. Previous class, eddy current testing in basic principle discuss ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ബേസിക് ഫിസിക്സും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസുമാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ടാണ്. അതിനെപ്പെട്ട ജസ്റ്റ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഒന്നുകൂടെ നോക്കാം. ബേസിക്കായിട്ട് വരുന്നത് ഒരു കോയിലാണ്. ഓക്കെ, ആ കോയിലിലൂടെ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യിക്കുന്ന സമയത്ത് അതിൽ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, കൊളാപ്സിങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇതിൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽസാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കോയിലിൻ്റെ അടുത്തോട്ട് AC പാസ് ചെയ്യുന്ന കോയിലിൻ്റെ അടുത്തോട്ട് ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ കൊണ്ടുവരുന്ന സമയത്ത് അതിലെന്ത് ചെയ്യും, എഡ്ഡി കറൻസ് ജനറേറ്റ് ചെയ്യും. ആ എഡ്ഡി കറൻസ് എന്താവും, അതിൻ്റെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്, കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ആ എഡ്ഡി കറൻറ്റ് ഫോം ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യും, എനിക്ക് ഡിസ്പ്ലേ ഡിവൈസിൽ കാണാൻ വേണ്ടി പറ്റും. ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ഒന്നിക്കൽ ഇമ്പിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് ആയിരിക്കുക, അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റ് റെസ്പോൺസ്, ഏത് രീതിയിലും അത് ഇൻസ്ട്രുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഈ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഡിഫക്റ്റ് ആ എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷന്, എഡ്ഡി കറൻറ്റ് എന്ന് വെച്ചാൽ സർക്കുലർ കറൻറ്റാണ്, ആ എഡ്ഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലും ചേഞ്ച് ഉണ്ടാവും. ആ റെസ്പോൺസ് ഡിസ്പ്ലേയിൽ കിട്ടും. അങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ സാമ്പിളിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന റെസ്പോൺസും ഡിഫക്റ്റ് ഇല്ലാത്ത സമയത്ത് ഇവിടെയുള്ള റെസ്പോൺസ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആണ്. ഓക്കെ, അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു സ്പെസിമെൻ ഡിഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഫ്രീ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി എഡ്ഡി കറൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ available in large variety of configuration. Instruments are commonly classified by the type of display used to present data. ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഡിസ്പ്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ആണ്. ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് നേച്ചർ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോമൺ ഡിസ്പ്ലേ ഡിവൈസസ് ആർ അനലോഗ് മീറ്റർ, ഡിജിറ്റൽ റീഡൗട്ട്, ഇമ്പിഡൻസ് പ്ലെയിൻ ആൻഡ് ടൈം വേഴ്സസ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ്. The most basic eddy current testing instrument consists of alternating current source. ഇതിലെ ബേസിക് കമ്പോണൻസ് ആണ്. ഒന്ന്, ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് സോഴ്സ്. ACയുടെ ആവശ്യം എന്താണ്, ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ടത് ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ എഡ്ഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് AC സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കോയിൽ ഓഫ് ഫയറിലാണ് ആ AC ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, ഹൈ സ്ട്രെങ്ത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ എ ഡിസ്പ്ലേ ഡിവൈസ് ടു ഷോ ദി ചേഞ്ച് അക്രോസ് ദി കോയിൽ. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരുന്നത്. ദെൻ കോമൺ ആക്സസറീസ് ആർ കോയിൽ ആർ നെസസറി ഇൻ എഡ്ഡി കറൻറ്റ് ടെസ്റ്റിംഗ് ടു പ്രൊഡ്യൂസ് സഫീഷ്യൻറ്റ് ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം AC സോഴ്സ്. ഓൾറെഡി പറഞ്ഞാണ്, കോയിലിലൂടെ എന്ത് ചെയ്യും, ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. The strength of the magnetic field depends upon number of turns in the coil and magnitude of current passing through the coil. ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. നമ്പർ ഓഫ് ടേൺസ് ഓൺ ദ കോയിൽ, നമ്പർ ഓഫ് ടേൺസ് കൂടുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. അതേപോലെ പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. ദിസ് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം എ കോയിൽ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. അടുത്തത് എഡ്ഡി കറൻറ്റ് ജനറേഷൻ. വെൻ ദ കോയിൽ ഈസ് ബ്രോട്ട് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി വിത്ത് കണ്ടക്റ്റീവ് മെറ്റീരിയൽ, the alternating magnetic field will pass through the material and eddy currents will be generated. ഇനി എന്ത് ചെയ്യുന്നു, ഈ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യുന്ന കോയിൽ ആ ടെസ്റ്റ് സ്പെസിമെൻ്റെ പ്രോക്സിമിറ്റിയിലോട്ട് അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, എഡ്ഡി കറൻസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, സർക്കുലർ കറൻസ് ആണ് എഡ്ഡി കറൻറ്റ് എന്ന് പറയുന്നത്. The coil can be placed onto the material or encircle it or be inside a tube and eddy current will be induced in the material parallel to coil winding. ഇപ്പം ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് ഇൻസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ കോയിൽ അതിൻ്റെ പ്രോക്സിമിറ്റിയിലോട്ട് അടുത്തോട്ട് കൊണ്ടുവരും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറൻറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ ഈ ടേൺസ്, കോയിലിൻ്റെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അതായത് ഈ കോയിൽ ആ വൈൻഡിങ്ങിന് പാരലായിട്ടായിരിക്കും എഡ്ഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ഫ്ലാറ്റ് സർഫസ് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്. ഇനി
കോയിൽ ഇൻസൈഡ് ഒരു ട്യൂബൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടതെങ്കിൽ, അതിൻ്റെ ഇന്നർ പാർട്ടൊക്കെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ആ കോയിൽസ് അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡയറക്ഷനിൽ സ്കാൻ ചെയ്യും. ഓക്കെ, ഇനി ഔട്ടർ സർഫസ്, സോളിഡ് ഒബ്ജക്റ്റിൻ്റെയൊക്കെ ഔട്ടർ സർഫസാണ് എക്സാമിൻ ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, എൻസർക്ലിംഗ് കോയിൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് സ്പെസിമെനെക്കാട്ടിയും കൂടുതലായിരിക്കും ഈ ഒരു ഡയറക്ഷനിൽ സ്കാൻ ചെയ്യുന്നത്. എഡി കറൻറ്റിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് അതിൻ്റെ പ്രോക്സിമിറ്റിയിലോട്ട് കൊണ്ടുവരുന്നു. അടുത്തത് എഡി കറൻറ്റ് ഡിറ്റക്ഷൻ. The eddy current in the conductive material generate their own magnetic field, which in fact opposes and modifies the primary magnetic field. A sensor and display device is needed to detect any change in the impedance of the coil and display it. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ആ നമ്മളെ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിൽ എഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റേതായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതെന്ത് ചെയ്യും, പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യും. ആ ഓപ്പോസ് ചെയ്യുന്ന സമയത്ത് കോയിലിൻ്റെ ഇമ്പിഡൻസിന് ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ലിഫ്റ്റ് ഓഫ് കർവ്. ഇതാണ് ആ ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോയിൽ ഇതിൻ്റെ പ്രോക്സിമിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന സമയത്തുള്ള റെസ്പോൺസ് ലിഫ്റ്റ് ഓഫ് കർവാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇത് എയറിലുള്ള പോയിൻ്റാണ്. മീൻസ് കോയിൽ എയറിൽ ദൂരെയുള്ള സമയത്ത് സ്പെസിമെൻ്റെ അടുത്തുള്ള എഡി കറൻറ്റൊന്നും ജനറേറ്റ് ചെയ്യാത്ത പോയിൻ്റാണ് ഇത്. എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ കോയിലിന് എനർജി എടുത്തിട്ടാണ് എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്, ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്, ഇവിടെയാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത്. ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ ഡിക്രീസ് ഇൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, അങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇമ്പിഡൻസ് റെസ്പോൺസ്. ആ ഒരു ഡിവൈസ്, അതായത് എ സെൻസർ ആൻഡ് ഡിസ്പ്ലേ ഡിവൈസ് ഈസ് നീഡഡ് ടു ഡിറ്റക്ട് എനി ചേഞ്ച് ഇൻ ഇമ്പിഡൻസ് ഓഫ് കോയിൽ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. ആ ഒരു ഇമ്പിഡൻസ് റെസ്പോൺസാണ് ഈ ഒരു കർവ് വെച്ച് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കർവ് വെച്ച് കാണിച്ചിരിക്കുന്നത്. ഡിഫക്റ്റ് ഫ്രീ സർഫസിൻ്റെ കേസിൽ ഉള്ള ഇനീഷ്യൽ റെസ്പോൺസ് ഈ ഒരു ലൈനിൻ്റെ മുകളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, the presence of a defect in the test sample modifies the eddy current distribution in the sample, which in turn changes the coil impedance. This change in coil impedance due to presence of defect generate some defect signal in the display. ഇനി ഒരു സാമ്പിളിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, ഡിഫക്റ്റ് ഇല്ലാത്ത കേസിൽ നമുക്ക് ഈ ഒരു കർവാണ് കിട്ടുന്നത്. ഓക്കെ, എഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു, അതേപോലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് ഡിക്രീസ്. അതെ, കോയിലിൻ്റെ ഇമ്പിഡൻസ് ചേഞ്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കോയിലിൻ്റെ ഇമ്പിഡൻസ് ചേഞ്ച്. ഇനി അതിലൊരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഡിഫക്റ്റ് ഉള്ള സമയത്ത് എഡി കറൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വീക്കറായിരിക്കും. ഇത് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു കർവാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. ക്രാക്ക് സിഗ്നൽ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു കർവ് നമുക്ക് കിട്ടും. ഓക്കെ, എന്ത് ചെയ്തു, റെസിസ്റ്റൻസിന് ഒരു ഡിക്രീസ് വന്നു, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് ഒരു ഇൻക്രീസും വന്നു. ഓക്കെ, എഡി കറൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ സമയത്തിലെ റെസ്പോൺസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഡി കറൻറ്റ് ഡിഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടും. ആ ഒരു ഡിസ്പ്ലേ എന്നാണ് നമുക്കത് റീഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു സിഗ്നൽ, ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സിഗ്നൽ, അതാണ് ആ എഡി കറൻറ്റ് ഡിറ്റക്ഷൻ ഡിവൈസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. മീൻസ് ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു റിസൾട്ട്, ആ ഒരു സ്പെസിമെനിൽ ഡിഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഫ്രീ ആണെന്നോ ആ ഡിസ്പ്ലേയിൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരണം. അടുത്തത് എഡി കറൻറ്റ് പ്രോബ്സ്. ഡിഫറൻറ്റ് എഡി കറൻറ്റ് പ്രോബ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എഡി കറൻറ്റ് പ്രോബ്സ് ആർ അവൈലബിൾ ഇൻ എ ലാർജ് വെറൈറ്റി ഓഫ് ഷേപ്പ് ആൻഡ് സൈസസ്. One of the major advantage of eddy current inspection is that probe can be custom designed for a wide variety of application. Eddy current probes are classified by the configuration and mode of operation of the test coil. Means eddy current probes നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോൺഫിഗറേഷനിലെ മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പം ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ട്യൂബിൻ്റെ ഇൻസൈഡ് ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സോളിഡ് ഷാഫ്റ്റിൻ്റെയൊക്കെ ഔട്ട്സൈഡ് ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. മീൻസ് ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പ്രോബ് ക്യാൻ കസ്റ്റം ഡിസൈൻഡ്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് കോൺഫിഗറേഷൻ വെച്ചിട്ടും പിന്നെ മോഡ് ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ടുമാണ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
First, classification of probe based on mode of operation. The mode of operation refers to the way the coil or coils are wired and interface with test equipment. അങ്ങനെയാണ് കോയിൽ വയർ ചെയ്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് മോഡ് ഓഫ് ഓപ്പറേഷനിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്ലാസിഫിക്കേഷൻ 4 കാറ്റഗറിയാണ്: അബ്സൊല്യൂട്ട്, ഡിഫറൻഷ്യൽ, റിഫ്ലക്ഷൻ ആൻഡ് ഹൈബ്രിഡ് പ്രോബ്. ഫസ്റ്റത്തത് അബ്സൊല്യൂട്ട് പ്രോബ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ ഇത്രയും ടൈമിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? സിമ്പിൾ അബ്സൊല്യൂട്ട് പ്രോബ് തന്നെയാണ്. അബ്സൊല്യൂട്ട് പ്രോബ് ജനറലി ഹാവ് സിംഗിൾ ടെസ്റ്റ് കോയിൽ that is used to generate eddy current and sense the change in eddy current field. രണ്ടും ചെയ്യുന്നുണ്ട്. എഡ്ഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ആ ഫീൽഡിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. AC is passed through the coil and this set up an expanding and collapsing magnetic field in and around the coil. When the probe is positioned next to conductive material, change in magnetic field generate eddy current within the material. This generation of eddy current take energy from the coil and this appears as increase in electrical resistance of the coil. The eddy current generate their own magnetic field that opposes the magnetic field of coil and this changes the inductive reactance of the coil. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതിൽ AC പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിൽ എഡ്ഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യും. എഡ്ഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ കോയിലിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ആ കോയിലിൽ നിന്നുള്ള എനർജി എടുത്തിട്ടാണ് എഡ്ഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എന്തായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക? എൻ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ. ഓക്കെ, പിന്നെ എന്തും കൂടെ സംഭവിക്കുന്നുണ്ട്. ആ എഡ്ഡി കറൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണിത്. By measuring the absolute change in impedance of the coil, much information can be gained about test material. അത് ഇമ്പിഡൻസ് ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ആ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ ആ റെസ്പോൺസിൽ നിന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അബ്സൊല്യൂട്ട് കോയിൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫ്ലോ ഡിറ്റക്ഷൻ, കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്, ലിഫ്റ്റ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് തിക്നെസ് മെഷർമെൻറ്റ്. അബ്സൊല്യൂട്ട് പ്രോബിൻ്റെ യൂസസ് ആണ്. Since absolute probes are sensitive to things such as conductivity, permeability, lift-off and temperature, step must be taken to minimize these variables when they are not important to inspection being performed. Means absolute probe ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ്, ഇതിൻ്റെ അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് നമ്മുടെ ടെസ്റ്റ് റിസൾട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അടുത്തത് ഡിഫറൻഷ്യൽ പ്രോബ്. ഡിഫറൻഷ്യൽ പ്രോബ് ഹാവ് 2 ആക്റ്റീവ് കോയിൽസ് യൂഷ്വലി വൗണ്ട് ഇൻ ഓപ്പോസിഷൻ. 2 കോയിൽസ് ഉണ്ട്. അബ്സല്യൂട്ടിൽ ആകെ ഒരു കോയിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ 2 കോയിൽസ് ഉണ്ട്. അതെന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വൗണ്ട് ചെയ്തിട്ടുള്ളത്. വെൻ ദ കോയിൽസ് ആർ ഓവർ എ ഫ്ലോ ഫ്രീ ഏരിയ ഓഫ് ടെസ്റ്റ് സാമ്പിൾ, ദർ ഈസ് നോ ഡിഫറൻഷ്യൽ സിഗ്നൽ ഡെവലപ്ഡ് ബിറ്റ്വീൻ കോയിൽ സിൻസ് ദേ ആർ ബോത്ത് ഇൻസ്പെക്ടിങ് ഐഡൻറ്റിക്കൽ മെറ്റീരിയൽ. ഡിഫറൻഷ്യൽ പ്രോബിൽ ഒരു ഡിഫറൻഷ്യൽ സിഗ്നലാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ പ്രോബ്, ഡിഫറൻഷ്യൽ പ്രോബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 കോയിലും ഇപ്പം ഒരു മെറ്റീരിയൽ സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഡിഫക്റ്റ് കാണിച്ചിരിക്കുന്നത്. ഈ 2 കോയിലും ഡിഫക്റ്റ് ഫ്രീ ഏരിയയിലുള്ള സമയത്ത് നമുക്ക് ഡിഫറൻഷ്യൽ സിഗ്നലൊന്നും കാണിക്കുന്നില്ല. നൾ സിഗ്നലാണ്, ഡിഫറൻഷ്യൽ സിഗ്നലൊന്നും കാണിക്കുന്നില്ല. ഹവർ when one coil is over a defect and other is over good material, a defect signal is produced. ഇവിടെ നമുക്കൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴാണ്? ഇവിടെ സിഗ്നലില്ല, 2 കോയിലും ഡിഫക്റ്റ് ഫ്രീ ഏരിയയിലാണുള്ളത്. ഇനി ഞാൻ സ്കാൻ ചെയ്യുന്നു, ഈ ഒരു ഡയറക്ഷനിൽ സ്കാൻ ചെയ്യുന്ന ഒരു കോയിൽ മാത്രം ആ ഡിഫക്റ്റിൻ്റെ മുകളിലെത്തി. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എനിക്കൊരു ഡിഫറൻഷ്യൽ സിഗ്നൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരുന്നു, സിഗ്നൽ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ആ 2 കോയിലും ആ ഡിഫക്റ്റിൻ്റെ മുകളിലാവുന്ന സമയത്ത്, മീൻസ് 2 കോയിലും ഡിഫക്റ്റ് ഫ്രീ ഏരിയയിലല്ല, രണ്ടും എക്സാക്ട്ലി ഡിഫക്റ്റിൻ്റെ മുകളിലാവുന്ന സമയത്ത് അവിടെ ഡിഫറൻഷ്യൽ സിഗ്നൽ പിന്നെ ഇല്ല. ഈ ഒരു പോയിന്റിൽ ഫസ്റ്റത്തെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്തി. ഓക്കെ, രണ്ടും എക്സാക്റ്റായിട്ട് ഇവിടെ ഡിഫക്റ്റിൻ്റെ മുകളിൽ വരുന്ന സമയത്ത്
അവിടെ ഡിഫറൻഷ്യൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെയും സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ഒരു കോയിൽ ഡിഫക്റ്റ് ഫ്രീ ഏരിയയിലെത്തി, മറ്റേത് മാത്രം ഡിഫക്റ്റിൻ്റെ മുകളിലായി. ആ സമയത്ത് എന്ത് കിട്ടും, പിന്നെ ഡിഫറൻഷ്യൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. മീൻസ് രണ്ട് കോയിലും പ്യുവറായിട്ട് ഫ്ലാറ്റ് സർഫസിൻ്റെ മുകളിലെത്തുന്ന സമയത്തോ അല്ല രണ്ട് കോയിലും പ്യുവറായിട്ട് ആ ഡിഫക്റ്റിൻ്റെ മുകളിൽ വരുന്ന സമയത്തോ ഡിഫറൻഷ്യൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നില്ല. ഡിഫറൻഷ്യൽ സിഗ്നൽ എപ്പോഴേ കിട്ടുന്നുള്ളൂ, ഒരു കോയിൽ ഡിഫക്റ്റ് ഫ്രീ ഏരിയയും മറ്റേത് ഡിഫക്റ്റിൻ്റെ മുകളിലും വരുന്ന സമയത്ത് മാത്രമേ ഡിഫറൻഷ്യൽ പ്രോബിൻ്റെ കേസിൽ ഡിഫക്റ്റ് സിഗ്നൽ കിട്ടുന്നുള്ളൂ. They have the advantage of being very sensitive to defect, yet relatively insensitive to slowly varying properties such as gradual dimensional or temperature variation. ഇത് ഡിഫക്റ്റിന് ഹൈലി സെൻസിറ്റീവ് ആണ്, പക്ഷേ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസിന് ഇതെന്താണ്, സംവാട്ട് ഇൻസെൻസിറ്റീവ് ആണ്. Probe wobble signals are also reduces with this probe type. There are also disadvantages to using differential probe. Most notably, the signal may be difficult to interpret. ഈ ഒരു കേസിൽ സിഗ്നൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് എ ഫ്ലോ ഈസ് ലോങ്ങർ ദാൻ ദ സ്പേസിംഗ് ബിറ്റ്വീൻ ടു കോയിൽസ്, ഓൺലി ദ ലീഡിംഗ് ആൻഡ് ട്രെയിലിംഗ് എഡ്ജ് വിൽ ബി ഡിറ്റക്റ്റഡ് ഡ്യൂ ടു സിഗ്നൽ ക്യാൻസലേഷൻ വെൻ ബോത്ത് കോയിൽ സെൻസ് ഫ്ലോ ഈക്വലി. ഒരു അത്യാവശ്യം നല്ല സൈസിലൊരു ഡിഫക്റ്റാണെന്ന് വെച്ചോ, ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ സ്കാൻ ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല സൈസിലെ ഡിഫക്റ്റാണ് ആദ്യം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് വെച്ചാൽ ഒരു കോയിൽ മാത്രം ആ ഡിഫക്റ്റിൻ്റെ മുകളിൽ വരുന്ന സമയത്ത് എനിക്കൊരു സിഗ്നൽ കിട്ടും. പിന്നെ വലിയ ഡിഫക്റ്റ് ആണെങ്കിൽ പിന്നെ ത്രൂ ഔട്ട് ആ ഡിഫക്റ്റിൻ്റെ മുകളിലൂടെ സ്കാൻ ചെയ്യുന്ന സമയത്തൊക്കെ നള്ളാണ്. പിന്നെ ആദ്യം സിഗ്നൽ എപ്പോഴാണ് കിട്ടുക, ഏതെങ്കിലും ഒരു കോയിൽ ഡിഫക്റ്റ് ഫ്രീ ഏരിയയിലെത്തണം, മറ്റേത് ഡിഫക്റ്റിൻ്റെ മുകളിൽ. മീൻസ് ആ ഡിഫക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ലീഡിങ് എഡ്ജും അതേപോലെ ട്രെയിലിംഗ് എഡ്ജും ആ രണ്ട് സ്ഥലത്ത് നിന്ന് മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, ഡിഫറൻഷ്യൽ സിഗ്നൽ കിട്ടുന്നുള്ളൂ. ബാക്കി ആ ത്രൂ ഔട്ട് എൻ്റെ ഡിഫക്റ്റ് ലെങ്ത്തിൽ എന്താണ്, നൾ സിഗ്നലാണ് കിട്ടുന്നത്. അതെന്താണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് റിഫ്ലക്ഷൻ പ്രോബ്. Reflection probe have two coils similar to differential probe, but one coil is used to excite the eddy current and other is used to sense the change in test material. റിഫ്ലക്ഷൻ പ്രോബ് എന്ന് പറഞ്ഞാൽ രണ്ട് കോയിൽ തന്നെ ഉണ്ട്, ഡിഫറൻഷ്യൽ പ്രോബിന് കറസ്പോണ്ട് അതേപോലെ തന്നെ. പക്ഷേ എന്താണ്, ഒരു കോയിൽ ഈസ് യൂസ്ഡ് ടു എക്സൈറ്റ് എഡി കറൻറ്റ്. ഒന്ന് എന്ത് ചെയ്യുന്നത്, എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതർ ഈസ് യൂസ്ഡ് ടു സെൻസ് ദ ചേഞ്ച് ഇൻ ടെസ്റ്റ് മെറ്റീരിയൽ. അതെന്ന് വെച്ചാൽ മറ്റേതെന്ന് വെച്ചാൽ ടെസ്റ്റ് മെറ്റീരിയലിലെ സെൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേത് ആ ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് റിഫ്ലക്ഷൻ പ്രോബിൽ യൂസ് ചെയ്യുന്നത്. പ്രോബ്സ് ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ് ആർ ഓഫൺ റെഫേർഡ് ടു ആസ് ഡ്രൈവർ പിക്കപ്പ് പ്രോബ്. ഇതാണ് പിക്കപ്പ്, ഇത് ഡ്രൈവർ പിക്കപ്പ് പ്രോബ് എന്നാണ് വേറൊരു പേര് ഇതിൻ്റെ. ദ അഡ്വാൻറ്റേജ് ഓഫ് റിഫ്ലക്ഷൻ പ്രോബ് ഈസ് ദാറ്റ് ഡ്രൈവർ ആൻഡ് പിക്കപ്പ് കോയിൽ ക്യാൻ ബി സെപ്പറേറ്റ്ലി ഒപ്റ്റിമൈസ്ഡ് ഫോർ ദെയർ ഇൻറ്റൻഡഡ് പർപ്പസ്. മീൻസ് രണ്ട് കോയിലിൻ്റെയും ഡിഫറൻറ്റ് പർപ്പസാണ്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് എന്താണ്, ദ ഡ്രൈവർ കോയിൽ ക്യാൻ ബി മെയ്ഡ് so as to produce a strong and uniform flux field in the vicinity of pickup coil, while the pickup coil can be made very small so that it will be sensitive to very small defect. അതായത് രണ്ടിൻ്റെയും സെപ്പറേറ്റ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്രൈവർ കോയിലിൽ എന്താ ചെയ്യുന്നത്, അതിൽ സ്ട്രോങ് ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. പിക്കപ്പ് കോയിലെന്ന് വെച്ചാൽ വെരി സ്മോൾ ആക്കാൻ വേണ്ടിയിട്ട്, സ്മോൾ ഡിഫക്റ്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ആക്കിയിട്ട് അതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് ഹൈബ്രിഡ് പ്രോബ്. ആൻ എക്സാമ്പിൾ ഓഫ് ഹൈബ്രിഡ് പ്രോബ് ഈസ് ദ സ്പ്ലിറ്റ് ഡി ഡിഫറൻഷ്യൽ പ്രോബ്. ദിസ് പ്രോബ് ഹാസ് എ ഡ്രൈവർ കോയിൽ ദാറ്റ് സറൗണ്ട് ടു ഡി ഷേപ്പ്ഡ് സെൻസിങ് കോയിൽ. എന്ന് വെച്ചാൽ ഡി ഷേപ്പ്ഡ്, എന്താണ് ഒരു രണ്ട് ഡി കാണിച്ചിരിക്കുന്നത്, മിററായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഡ്രൈവർ കോയിലുണ്ട്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലിൻ്റെ കോമ്പിനേഷൻ എന്നുള്ള രീതിയിലാണ്. ഡ്രൈവർ കോയിൽ ദാറ്റ് സറൗണ്ട്സ് ടു ഡി ഷേപ്പ്ഡ് സെൻസിങ് കോയിൽ. ഡി ഷേപ്പ്ഡ് ആയിട്ടുള്ള രണ്ട് സെൻസിങ് കോയിലുണ്ട്, ടു ഡി ഷേപ്പ്ഡ് സെൻസിങ് കോയിൽസ്. അതിനെ സറൗണ്ട് ആയിട്ട് എന്തുണ്ട്, ഡ്രൈവർ കോയിലുണ്ട്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ റിഫ്ലക്ഷൻ മോഡ്, ബട്ട് അഡീഷണലി ഇറ്റ്സ് സെൻസിങ് കോയിൽ ഓപ്പറേറ്റ് ഇൻ ഡിഫറൻഷ്യൽ മോഡ്. ഇത് ആക്ച്വലി എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
ഒന്ന് എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, മറ്റേത് സെൻസ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രൈവർ കോയിലാണ് എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്താണ്, ഈ രണ്ട് സെൻസിങ് കോയിലും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ മോഡിലാണ്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പ്രോബ് ഈസ് വെരി സെൻസിറ്റീവ് ടു സർഫസ് ക്രാക്ക്. അടുത്തത് കമ്പാരിസൺ ഓഫ് അബ്സല്യൂട്ട് ആൻഡ് ഡിഫറൻഷ്യൽ പ്രോബ്. അബ്സല്യൂട്ട് പ്രോബിൻ്റെയും ഡിഫറൻഷ്യൽ പ്രോബിൻ്റെയും കമ്പാരിസൺ. Absolute probe respond to both abrupt and gradual change in properties and dimension. Differential probe more sensitive to abrupt localized changes. Gradual ആയിട്ടുള്ള ചേഞ്ചസ് പ്രോപ്പർട്ടീസ് ആയാലും ഡയമെൻഷൻ ആയാലും മോർ സെൻസിറ്റീവ് അല്ല റെസ്പോണ്ട് ചെയ്യുന്നത് അബ്സല്യൂട്ട് പ്രോബാണ്. ഡിഫറൻഷ്യൽ പ്രോബ് ഈ ഒരു കേസിൽ ഇൻസെൻസിറ്റീവ് ആണ്. അബ്രപ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസിനാണ് മോർ സെൻസിറ്റീവ് ഡിഫറൻഷ്യൽ പ്രോബ്. Prone to drift due to temperature changes. Differential probe ആണെങ്കിൽ immune to drift due to temperature changes. ടെമ്പറേച്ചർ ചേഞ്ചസ് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അബ്സല്യൂട്ട് പ്രോബിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സിഗ്നൽ ഈസ് സിമ്പിൾ. ഡിഫറൻഷ്യലിൽ മേ yield സിഗ്നൽ ഡിഫിക്കൽട്ട് ടു ഇൻ്റർപ്രറ്റ്. എൻ്റെ കാരണം പറഞ്ഞതാണ്. ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ലെങ്ത് ഓഫ് ദി ഡിഫക്റ്റ്, ഡിറ്റക്ട് ഓൺലി എൻഡ്സ് ഓഫ് ലോങ് ഡിഫക്ട്സ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ സെൻസിറ്റീവ് ടു പ്രോബ് വോബിൾ. ഡിഫറൻഷ്യൽ പ്രോബ് ആവുന്ന സമയത്ത് ലെസ് സെൻസിറ്റീവ് ടു പ്രോബ് വോബിൾ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബ്സ് ബേസ്ഡ് ഓൺ കോൺഫിഗറേഷൻ. ദ കോൺഫിഗറേഷൻ ഓഫ് ദി പ്രോബ് ജനറലി റെഫേഴ്സ് ടു ദ വേ ദ കോയിൽ ഓർ coils are packaged to best couple to the test area of interest. മീൻസ് നമുക്ക് ഡിഫറെൻറ്റ് അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷനിൽ അല്ലെങ്കിൽ കോൺഫിഗറേഷനിൽ ഒബ്ജക്റ്റിനായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ ബേസിലാണ് അന്നേരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോയിൽസാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ബേസിലാണ് ഈ കോൺഫിഗറേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സം ഓഫ് ദി കോമൺ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബ്സ് ബേസ്ഡ് ഓൺ ദിയർ കോൺഫിഗറേഷൻ ഇൻക്ലൂഡ് സർഫസ് പ്രോബ്, ഇൻസൈഡ് ഡയമീറ്റർ പ്രോബ് ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ പ്രോബ്. സർഫസ് പ്രോബ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ സർഫസ് പ്രോബിൻ്റെ കേസായിരുന്നു. സർഫസ് പ്രോബ്സ് ആർ യൂഷ്വലി ഡിസൈൻഡ് ടു ബി handheld and are intended to be used in contact with the test surface. Surface probes generally consist of coil of fine wire encased in protective housing. Most of the coils are wound so that axis of the coil is perpendicular to the test surface. ഇതാണ് സർഫസ് പ്രോബ്. പേര് പോലെ തന്നെ ഫ്ലാറ്റ് സർഫസ് ഒക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി, ഫ്ലാറ്റ് മാത്രമല്ല കർവ്ഡ് സർഫസ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സർഫസ് പ്രോബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോയിൽ വൗണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. കോയിലിൻ്റെ ആക്സിസ് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലുണ്ടെന്ന് ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ടെസ്റ്റ് സർഫസ്. എന്തുണ്ടാവും, നോർമലി ഈ ഒരു കോയിൽ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് കേസിങ്ങിനുള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഇത് ഈ കാണിച്ചിരിക്കുന്ന സർഫസ് പ്രോബ് വെച്ചിട്ടുള്ള എക്സാമിനേഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസ് പ്രോബ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. This coil configuration is sometimes referred to as pancake coil and is good for detecting surface discontinuities that are oriented perpendicular to the test surface. Pencil probes have small surface coil that is encased in a long slender housing to permit inspection in restricted space. Pencil probes ഈ കാണിച്ചിരിക്കുന്നതൊക്കെ പെൻസിൽ പ്രോബ്സ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, എൻഗേജ്ഡ് ഇൻ എ ലോങ് സ്ലെൻഡർ ഹൗസിങ്. ലോങ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് മോഡൽ, സ്മോൾ ഡയമീറ്റർ ഷാഫ്റ്റ് ടൈപ്പിലുള്ള അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ അത് സിലിണ്ട്രിക്കൽ പീസിലാണ് ആ കോയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടാവുക. റെസ്ട്രിക്റ്റഡ് സ്പേസ് മീൻസ് ഡയറക്റ്റായിട്ട് നമുക്ക് ഹാൻഡിനെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത സ്മോൾ ഡയമീറ്ററിലെ ഏരിയാസൊക്കെ അതിൻ്റെയൊക്കെ ഇൻസൈഡിലെ സർഫസൊക്കെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ പെൻ ടൈപ്പ് പ്രോബ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. They are available with straight shaft or with bent shaft, which facilitate easier handling and use in applications such as inspection of small diameter bores. നമുക്ക് ഡയറക്റ്റായിട്ട് വലിയ സൈസിലെ സർഫസ് പ്രോബ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടാവും. അവിടെയൊക്കെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ പെൻസിൽ പ്രോബ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് അവിടെ അതിൻ്റെ എൻഡ് കണ്ടാൽ മനസ്സിലാവും പെർപെൻഡിക്കുലർ ആ കോയിൽ സർഫസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയായിരിക്കും അവിടെ ഇൻസ്പെക്ഷൻ വരുന്നത്. അടുത്തത് ഇൻസൈഡ് ഡയമീറ്റർ ഓർ ബോബിൻ പ്രോബ്സ്. ഇൻസൈഡ് ഡയമീറ്റർ ID probes, which are also referred to as bobbin probes or feed-through probes, are inserted into hollow products such as pipes to inspect from inside out. പേര് പോലെ തന്നെ ഇൻസൈഡ് ഡയമീറ്റർ
പ്രോബ് അല്ലെങ്കിൽ ബോബിൻസ് പ്രോബ് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. ഒരു ട്യൂബൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് സർഫസൊക്കെ എക്സാമിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ വരുന്നതെന്ന്. ഈ ഒരു കേസിലൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ബോബിൻ പ്രോബാണ്. സർഫസ് പ്രോബിനെക്കാട്ടും ജസ്റ്റ് ഈ ഒരു ഏരിയയൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നത് ത്രൂ ഔട്ടായിട്ട് ആ ഏരിയയിൽ എവിടെയെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസൈഡ് ഡയമീറ്റർ പ്രോബ് അല്ലെങ്കിൽ ബോബിൻ പ്രോബാണ് ബെറ്റർ ആയിട്ട് വരുന്നത്. The ID probes as housing that keep probe centered in the product and the coil's orientation somewhat constant relative to test surface. ഇതിൻ്റെ എൻ്റയർ ഹൗസിങ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോബിനെ ഇതിൻ്റെ സെൻറ്റേർഡായിട്ട് ആ ട്യൂബിൻ്റെ സെൻറ്റേർഡായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ആ എൻ്റയർ ഹൗസിങ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബോബിൻ പ്രോബാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻസൈഡ് നോർമലി ആ ടെസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഇൻസൈഡിലൂടെ ആയിരിക്കും അത് ഫീഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് പോകുന്നുണ്ടാവുക. അടുത്തത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓർ എൻസർക്ലിംഗ് പ്രോബ്. OD probes are often called encircling coils. They are similar to ID probe except that coil encircle the material to inspect from outside in. തൊട്ട് മുമ്പിൽ നിന്ന് കോയിൽ ഇൻസൈഡ് ആയിരുന്നു, എൻസർക്ലിങ്ങിൽ എന്താണ്, ഔട്ട്സൈഡ് ആണ്. OD probes are commonly used to inspect solid products such as bars. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, എൻസർക്ലിംഗ് പ്രോബാണ്. നോക്കിയാൽ മനസ്സിലാവും ഇതാണ് പ്രോബ്. ആ ടെസ്റ്റ് സ്പെസിമെനാണ് കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റ് സ്പെസിമെൻ എന്ത് ചെയ്യും, ആ പ്രോബ് എന്ന് പറഞ്ഞാൽ എൻസർക്കിൾ ഏറ്റായാലും ടെസ്റ്റ് സ്പെസിമെൻ എൻസർക്കിൾ ഏറ്റാണ് ഉള്ളത്. സോളിഡ് ബാർസൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്.